ഓപ്പറേഷൻ സിന്ദൂർ കേവലം ഒരു സംഘർഷം, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം മാത്രമായിരുന്നില്ല. ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രത്തിലെ ഒരു നിർണായകമായ ഏടാണ്. അതെങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാലം നാം ഒരുപാട് ലോകരാജ്യങ്ങൾ ഒരുപാട് സംഘർഷങ്ങളും യുദ്ധങ്ങളും പോരാട്ടങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി ഒരു സിവിലിയൻസിന് പോലും പരിക്കില്ലാതെ കൃത്യമായ രീതിയിൽ നടപ്പാക്കിയ ഒരു യുദ്ധ പദ്ധതി ചരിത്രത്തിലെങ്ങും വേറെയില്ല. എന്താണ് ഒരു മിലിറ്ററി ചെയ്യേണ്ടത്, എന്തായിരിക്കണം ധാർമ്മികമായ രീതിയിൽ ഒരു വലിയ പോരാട്ടത്തിനെ സമീപിക്കേണ്ടത് എന്ന ഒരു പുതിയ സന്ദേശമാണ് ഭാരതം രചിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനും അവരുടെ പിന്തുണ നേടാനുമായി ഭാരതം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ ഒരളവോളം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. തിരിച്ചടി തുടങ്ങിയപ്പോൾ മുതൽ സർപ്രൈസുകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായി ഭീകരതയ്ക്കെതിരെ ഇസ്രയേൽ എങ്ങനെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതുവരെ ഉള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് 70,000-ഓളം ആളുകൾ അവിടെ മരിച്ചു കഴിഞ്ഞു. ഇതുപോലെ തന്നെയാകും ഭാരതവും ചെയ്യാൻ പോവുക എന്നായിരുന്നു പൊതുവെ കണക്കാക്കപ്പെട്ടിരുന്നതെങ്കിലും ലോകത്തിനെ മുഴുവനും അമ്പരപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായ രീതിയിലാണ് ഭാരതം അതിന് മറുപടി പറഞ്ഞത്. അതുമാത്രവുമല്ല, ഓരോ കാര്യങ്ങളോടും പ്രതികരിച്ചു കൊണ്ടിരുന്നത് എത്ര അളന്നു മുറിച്ച വാക്കുകളിലൂടെയായിരുന്നു, എത്ര മെച്വേർഡായിട്ടായിരുന്നു ഭാരതം അത് ചെയ്തത് എന്നതുകൂടിയാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. മഹാഭാരതത്തിൽ ധർമ്മയുദ്ധം എന്ന ഒരു വലിയ സങ്കല്പം തന്നെയുണ്ട്. ലോകത്തിന് ധർമ്മം എന്ന സങ്കല്പം തന്നെ നൽകിയത് ഭാരതമാണ്. ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായി എങ്ങനെ യുദ്ധം ചെയ്യണം എന്ന് വളരെ കൃത്യമായിട്ട് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ആ രീതിയിലുള്ള കൃത്യമായ ഒരു ധർമ്മയുദ്ധത്തിൻ്റെ കൂടി സന്ദേശം ഇപ്പോൾ ഭാരതം ലോകത്തിന് നൽകിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള, ഏറ്റവും വലിയ ജനസഞ്ചയമുള്ള രാജ്യം എന്നതിനേക്കാളൊക്കെ ഉപരി ലോക സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുന്ന ധർമ്മബോധമുള്ള ഒരു യഥാർത്ഥ വിശ്വഗുരു തന്നെയാണ് ഭാരതം എന്ന ഒരു വലിയ യാഥാർത്ഥ്യം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തെളിയിക്കപ്പെട്ടത്. ഭാരതത്തിൻ്റെ മിലിറ്ററി പവർ എന്നുള്ളത് ആക്രമിക്കാൻ വേണ്ടിയുള്ളതല്ല, പ്രതിരോധിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് നാം ആവർത്തിച്ച് പറയാറുണ്ടെങ്കിലും അത് യഥാർത്ഥ പോരാട്ട ഭൂമിയിൽ തെളിയിക്കപ്പെട്ടത് ഇപ്പോഴാണ്, ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു വലിയ യുദ്ധമാക്കി മാറ്റാമായിരുന്നു. പാക് ഓക്കുപ്പൈഡ് കാശ്മീർ, അധിനിവേശ കാശ്മീർ നമുക്ക് പിടിച്ചെടുക്കാമായിരുന്നു. ബലൂചിസ്ഥാനെ നമുക്ക് മോചിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും അതിലേക്കൊന്നും പോകാതെ എന്താണോ ഉദ്ദേശിച്ചത്, ഭീകരതയ്ക്കെതിരെയുള്ള ഒരു യുദ്ധമായി മാത്രം അതിനെ ഒതുക്കി നിർത്തിക്കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയ, നമ്മുടെ ജനത, നമ്മുടെ സർക്കാർ കഷ്ടപ്പെട്ട് നേടിയ എക്കണോമിക് ഗ്രോത്ത്, അതേപോലെ വികസനം, ഇതിനൊന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ പാകിസ്ഥാൻ എന്ന ആ ഭീകര രാജ്യത്തിൻ്റെ ആ നട്ടെല്ല് ചവിട്ടിയൊടിച്ചു എന്നുള്ളിടത്താണ് ഈ യുദ്ധം, ഈ പോരാട്ടം വ്യത്യസ്തമാകുന്നത്. അതാണ് പറഞ്ഞത്, പല മാനങ്ങളാണ് ഈ യുദ്ധത്തിനുള്ളത്, ഈ പോരാട്ടത്തിനുള്ളത്. മറ്റൊന്നുകൂടിയാണ് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്, അത് നമ്മുടെ ആയുധങ്ങളുടെ ടെക്നോളജിയും പ്രഹരശേഷിയുമാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരുപാട് ലോകരാജ്യങ്ങൾ നമ്മുടെ ബ്രഹ്മോസ് മിസൈലിന് വേണ്ടി അപേക്ഷ കൊടുത്ത് ക്യൂ നിൽക്കുകയാണ്. അത്ര പ്രസിഷൻ്റായി, ഇത്ര കൃത്യതയോടുകൂടി ഭീകരത്താവളങ്ങൾ തകർത്ത ആ ബ്രഹ്മാസ്ത്രം ഇതുപോലെ ഇത്രയും കരുത്തുള്ള, ഇത്രയും കരുത്തും കൃത്യതയുമുള്ള മറ്റൊരു ക്രൂയിസ് മിസൈൽ ഇന്ന് ലോകത്ത് വേറെയില്ല. അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞ മറ്റൊരു വലിയ താരമാണ് നാം റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 എന്ന എയർ ഡിഫൻസ് സിസ്റ്റം. ഈ S-400 റഷ്യയിൽ ഉക്രൈനെതിരെയുള്ള പോരാട്ടത്തിനിടയിൽ അവർക്ക് തന്നെ ധാരാളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. S-400 റഷ്യയിൽ പല പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ട്. അതേ S-400 എങ്ങനെയാണ് ഇന്ത്യയിൽ വൻ വിജയമായത് എന്നതും മറ്റൊരത്ഭുതമാണ്. കാരണം കൃത്യമായി നമ്മുടെ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സിസ്റ്റംസ്, എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ ഈ ടോട്ടൽ സിസ്റ്റവുമായി, ഈ S-400മായി ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ അത് ഭേദിക്കാനാവാത്ത ഒരു വൻ കോട്ടയായി മാറുകയായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് S-400 ഇന്ത്യ ഇത്ര ഫലപ്രദമായി ഉപയോഗിച്ചത് എന്ന് റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ പോലും അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളിടത്താണ് ഓപ്പറേഷൻ സിന്ദൂർ മറ്റൊരു മഹാത്ഭുതമാകുന്നത്.